ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ള അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒത്തിരി കട്ടിയില്ലാത്ത അവലാണ് കേട്ടോ. അപ്പോൾ കട്ടിയുള്ള അവലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് വെള്ളം നനച്ച് വെച്ചാലും ഒത്തിരി അങ്ങ് കുതിർന്ന് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ മട്ട അവൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പീനട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പച്ചയായതുകൊണ്ടാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത കപ്പലണ്ടിയാണെങ്കിൽ പിന്നീട് ഇട്ടാലും മതി. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ തോലെല്ലാം ഒന്നിങ്ങനെ പൊട്ടി വരുന്ന പരുവാകുമ്പോൾ നല്ലപോലെ മൂത്ത് കിട്ടും. അതിന് ശേഷം ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതും കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസിലെ ഒരു സവാള, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായത്. രാവിലെ ഒത്തിരി സമയമില്ല, തിരക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു 4 ബീൻസ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റണം. കുറച്ച് നേരമെങ്കിലും ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ഒരിച്ചിരി നേരം ഒന്ന് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരിച്ചിരി വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒരിച്ചിരി വെള്ളം ആ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടരുത്. ഒരിച്ചിരി മഞ്ഞളും കൂടെ, ആ കളറൊക്കെ വെള്ള അവലല്ല, അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി കണ്ടല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടറ്റോ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് സെപ്പറേറ്റായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച നല്ല ഗരം മസാല. അപ്പോൾ ഒത്തിരി വേണ്ട, ഇച്ചിരി വെച്ചിട്ട് ഞാൻ ഇച്ചിരി എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടു കായപ്പൊടി, പക്ഷേ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ വീണ്ടും കുറവായതുകൊണ്ടാണ് ഒരു ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടിയൊക്കെ വേണമെന്ന് അതിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവരത് ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇനി അതിലേക്ക് അപ്പോൾ ആ തേങ്ങ എടുത്ത് ഇട്ടതാണ്. അപ്പോൾ പാത്രം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഞാനൊരു ബൗൾ നിറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അവലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചാൽ ചെയ്യേണ്ടേ, അടി പിടിക്കാതെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, ആ വെള്ള അവലിപ്പോൾ മഞ്ഞ കളറായി. അതുപോലെ കളർഫുള്ളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയത് കേട്ടോ. പച്ച കളറും അതുപോലെ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും മഞ്ഞ കളറും കപ്പലണ്ടിയുടെ ബ്രൗൺ കളറും എല്ലാം കൂടെ കാണാൻ തന്നെ ഒരു നല്ല രസവും അതുപോലെ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തേങ്ങ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരിച്ചിരി തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ തേങ്ങ ഇട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കഴിച്ച് നോക്കിയപ്പോൾ, അതുകൊണ്ട് ഇച്ചിരി കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്.
ഒരു 3 മിനിറ്റ് അതുപോലെ ഒന്ന് നമുക്ക് അടച്ചു വെക്കണം. ഇപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൂടെ. നല്ലപോലെ ഇതിനകത്ത് ആവിയൊക്കെ കയറിയിട്ടുണ്ട് കണ്ടല്ലോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കട്ടൻ കാപ്പി മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അടിപൊളി രുചിയാണ്. കൊച്ചുമക്കൾക്കും എല്ലാം ഇഷ്ടപ്പെടും. ഇത് കാണുമ്പോൾ തന്നെ ഈ കപ്പലണ്ടിയും അതുപോലെ തന്നെ ഈ എന്താ പറയുക ക്യാരറ്റും ഇതൊക്കെ കാണുമ്പോൾ മക്കൾ ബീൻസിൻ്റെ പച്ചക്കളറും പച്ചമുളകും എല്ലാം നല്ല, അതുപോലെ ഇഞ്ചിയും എല്ലാം നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതാ നമ്മുടെ ഉപ്പുമാവ് കണ്ടോ, നല്ല ടേസ്റ്റും കാണാൻ ഭംഗി, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇതാ കുറച്ച് മല്ലിയില കൂടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ അത് ചിലർക്കൊന്നും അതിൻ്റെ മണം പിടിക്കത്തില്ലല്ലോ, അപ്പോൾ അത് ഇടണ്ട. മല്ലിയില ഇട്ടതിന് ശേഷം ഞാനിതുപോലെ കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടേക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി. അതിൻ്റെ ചൂടിൽ തന്നെ ഈ മല്ലിയില ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഒത്തിരി നേരം തീ ഒന്നും വെക്കേണ്ട. ഇതാ ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.